ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. നല്ല കുറുകി നല്ല വറ്റിച്ച മീൻ കറിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇന്ന് ഇതിലേക്ക് നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇതുപോലെ നീളത്തിന് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് കുഞ്ഞുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10-20 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇതുപോലെ കുരുമുന അരിഞ്ഞത്. ഇനി തക്കാളി ഒന്ന് വേവണം. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. തക്കാളി നല്ലതായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ തക്കാളി കുറച്ചും കൂടി വാടണമെങ്കിൽ അങ്ങനെ വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉലുവയും കൂടി ചേർത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ ദേ നമ്മൾ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ട് ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചാട്ടോ ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തീ ഓണാക്കുന്നതിന് മുന്നേ ആട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഒരു ജാറ് നമ്മൾ കഴുകി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പണ്ട് അമ്മമാരൊക്കെ ചെയ്യുന്ന പോലത്തെ ആ ഒരു സംഭവമാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മറ്റേ മണമുള്ള മുളകുണ്ടല്ലോ, ഉണ്ടമുളക്, അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. സാദാ പുളിയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ പിഴിഞ്ഞു കൊടുത്താൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത് ഇനി തീ ഓണാക്കി വെക്കുക. ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ അതേ നമ്മുടെ പാര മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏത് മീൻ വേണം എടുക്കാം, ഞാനിന്ന് പാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് മീനെടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഏത് മീനെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു മീനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ദേ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ് കറി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. കറി നല്ല വറ്റിച്ചെടുക്കണമെങ്കിൽ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് മാറും, കുറുകി വരും കേട്ടോ ചാറൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വറ്റിക്കണമെങ്കിൽ നിങ്ങൾ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചാറ് മീൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല, മറ്റ് മീൻ കറിയെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലത്തെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ചിൽ ദെൻ ബൈ.